ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹരിനാമകീർത്തനത്തിലെ ശ്ലോകം 32. ഗർവിച്ചു വന്ന ജരാസന്ധനോട് യുതി ചൊവ്വോടു നിൽപ്പതിനു പോരാ നിനക്കു ബലം. ഔവാരിതൗ ദഹനബാണം തൊടുപ്പതു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമാം. ഹരികൃഷ്ണ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? മധുരയിൽ നിന്ന് ആ, മധുരയിൽ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലെത്തിയ ബലരാമന്മാർ കംസനെ വധിച്ചു. അപ്പൊ കംസന്റെ ഭാര്യാപിതാവാണ് ജരാസന്ധൻ. അപ്പൊ ജരാസന്ധന് ഭയങ്കര ശത്രുത കൂടുകയും അദ്ദേഹം ഇങ്ങനെ പല രാജാക്കന്മാരോട് കൂടി മധുര പലവട്ടം ആക്രമിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ ഭഗവാൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ഭഗവാൻ പിടികൊടുത്തില്ല. ജരാസന്ധന്റെ സൈന്യത്തെയൊക്കെ ആ, സൈന്യത്തെയൊക്കെ ഭഗവാൻ വകവരുത്തുകയും ജരാസന്ധനെ മാത്രം വെറുതെ വിടുകയും ചെയ്തു. കാര്യം ഭഗവാൻ അതിന് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടായിരുന്നു. കാര്യം ഭീമന്റെ കൈകൊണ്ട് ജരാസന്ധനെ വധിക്കണമെന്ന് ഭഗവാൻ നേരത്തെ കൂട്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ ജരാസന്ധന്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടി പോയ പോലെയാണ് ഭഗവാൻ ദ്വാരകയിൽ പെട്ടെന്ന് തന്നെ ഒരു രാത്രി കൊണ്ട് തന്നെ സമുദ്രത്തിൽ നിന്ന് ഒരു വലിയൊരു കൊട്ടാരവും ബാക്കിയുള്ള സർവ്വസന്നാഹങ്ങളും എല്ലാം തന്നെ ഭഗവാൻ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചൊവ്വോട് നിൽപ്പതിന് പോരാ നിനക്ക് ബലം. ഭഗവാൻ ബലം ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെ? ഭഗവാൻ ഇങ്ങനെ ജരാസന്ധനെ പേടിച്ച് ഓടി നടക്കുന്ന പോലെ നമുക്ക് തോന്നിക്കും അല്ലെ? നമ്മൾ മണ്ടന്മാരായതുകൊണ്ടല്ലേ നമുക്ക് തോന്നുന്നത് അല്ലെ? പലരും ഇങ്ങനെ ഭഗവാനെ പറ്റി നിരൂപിക്കുന്നത് നമുക്ക് കാണാം അല്ലെ? പക്ഷെ ഔവാരിതോ ദഹനബാണം തൊടുപ്പതിനു തിളപ്പിപ്പതിന് മതി നാരായണ എന്നുമാണ്. അതായത് ദഹനബാണം തൊടുത്ത സമയം എപ്പോഴായിരുന്നു ഭഗവാൻ? നമുക്കൊക്കെ ഓർമ്മയുണ്ട്, ശ്രീരാമ അവതാരത്തില് സേതുബന്ധനം നടക്കാൻ പോകുന്ന സമയത്ത് രാമേശ്വരനെയൊക്കെ ദർശിച്ച് സേതുബന്ധനം നടത്താനായിട്ട് ഭഗവാൻ ആ ആ ഒരു സമയത്ത് വരുണദേവനെ പ്രാർത്ഥിച്ച സമയത്ത് വരുണദേവൻ, അതായത് മാർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരുണദേവനെ പ്രാർത്ഥിച്ച സമയത്ത് ശ്രീരാമചന്ദ്രൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടാനായിട്ട് വൈകി. അപ്പോഴാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ത് ചെയ്തു? ദഹന ബാണം എടുത്തത്. സമുദ്രത്തെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള ഒരു ബാണം എടുത്ത് കൊലയ്ക്കാൻ ഒരുങ്ങിയതും ആ ഭയങ്കര വലിയ പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം ആ സമയത്ത് ഉണ്ടാകുകയും വരുണദേവൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് മാർഗം കാണിച്ചു കൊടുക്കുകയും അതുപോലെ ആ ദഹന ബാണം അസുരന്മാരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്വീപിലേക്ക് അയക്കുകയും അവിടുത്തെ അസുരന്മാരെയൊക്കെ വകവരുത്തുകയും ചെയ്തതായിട്ടൊക്കെ നമ്മൾ അധ്യാത്മ രാമായണത്തിലും അങ്ങനെ വാൽമീകി രാമായണത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ദഹനബാണം തൊടുക്കാനായിട്ട് ശക്തിയുള്ള ഭഗവാന് ഈ ജരാസന്ധന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ? ഇതെന്തൊരു മായയാണ്, എന്തൊരു കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എഴുത്തച്ഛൻ ഇവിടെ ആശ്ചര്യപ്പെടുകയാണ്. ഹരികൃഷ്ണ, ഭഗവാന്റെ ലീലകൾ അപാരം തന്നെയല്ലേ? സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.